ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് കണക്കില്ലാതെ വാരിക്കോരി കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് ഉദാഹരണ സഹിതം അല്ലാഹു തആല ഈ ആയത്തിൽ വ്യക്തമാക്കുന്നത്. റബ്ബ് നൽകിയ നിഅമത്ത് എത്രയാണ് എന്ന് കണക്കാക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വബാത്തിന, പ്രത്യക്ഷമായും പരോക്ഷമായും അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുന്നുവെന്നാണ് ഖുർആനിന്റെ പ്രയോഗം. മാത്രവുമല്ല, സൂറത്ത് ഇബ്രാഹിം അല്ലാഹു തആല പറഞ്ഞു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങളത് ക്ലിപ്തപ്പെടുത്തിയില്ല, കണക്കാക്കാനാവുകയില്ല. അത്രയേറെ അനുഗ്രഹമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. നിഅമത്തിനോട് ആളുകൾക്ക് പൊതുവെ 3 തരം നിലപാടാണ് കണ്ടുവരുന്നത്. ഒന്നാമത്, എന്തു നിഅമത്തിനും ശുക്ർ ചെയ്ത് നന്ദിയുള്ളവരായി കഴിയുന്ന മുത്തഖീങ്ങളായ ഭക്തന്മാരായ ആളുകൾ. ഒരിക്കലും പരാതികൾ പറയാറില്ല, ഇല്ലായ്മയെക്കുറിച്ച് ആവലാതിപ്പെടാറില്ല. ഉള്ളതെല്ലാം റബ്ബ് നൽകിയ കോടാനുകോടി നിഅമത്തുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് നന്ദിയുള്ളവരായി കഴിഞ്ഞുകൂടാനാണ്
അവർ പരിശ്രമിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 മാസം പട്ടിണി കിടന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവല്ലോ, കുന്നാ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാൽ ശഹ്റൈനി മുതതാബിഐനി. ഞങ്ങൾ ഒരു മാസപ്പിറവി കാണും, അടുത്ത മാസപ്പിറവി കാണും, അടുത്ത മാസപ്പിറവിയും കാണും. അഥവാ തുടർച്ചയായ 2 മാസങ്ങൾ. ഒരു മാസപ്പിറവി കണ്ട് അടുത്ത മാസപ്പിറവി കാണുമ്പോൾ 1 മാസം പൂർത്തിയായി, മൂന്നാമത്തേലേക്ക് കാണുമ്പോൾ 2 മാസം പൂർത്തിയായി. ഇങ്ങനെ തുടർച്ചയായ 2 മാസം ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ട് പോലുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഒരു വീടെന്ന് പറയാവുന്ന നമ്മുടെയൊക്കെ കൺസെപ്റ്റിലുള്ള വീടല്ല നബി തങ്ങളുടെ വീട്. അസൗകര്യങ്ങൾ മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഈത്തപ്പഴ ഓല കൊണ്ട് മെടഞ്ഞ പായയിൽ കിടന്ന് വിരിക്കാൻ വിരിപ്പ് പോലും ഇല്ലാത്തതിനാൽ ശരീരമാസകലം നബി തങ്ങളുടെ ആ വെള്ള പൂമേനയിൽ ഈത്തപ്പന്റെ ഓലയുടെ അടയാളം പറഞ്ഞു കണ്ടപ്പോഴാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സ് പൊട്ടിക്കൊണ്ട് പറഞ്ഞത്, നബിയെ, താങ്കൾ ഈ ഒരു അവസ്ഥയിലാണ്. കൈസറൊക്കെ വലിയ സുഭിക്ഷമായ സുഖലോലുപതയിലുള്ളത്, താങ്കൾ ലോകത്തിലെ നേതാവായിട്ട് ഈ ആണല്ലോ ഗതി എന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ ചോദ്യമുണ്ട്, ഉമർ, അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവുമാണ്, നിനക്കതിൽ തൃപ്തി അല്ലേ എന്നാണ്. അമാ തർളാ അൻ തകൂന ലഹുമുദ് ദുനിയ വദനൽ ആഖിറ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറവും എന്നതിൽ തൃപ്തനല്ലേ എന്നാണ് നബി തങ്ങൾ തിരിച്ച് ചോദിച്ചത്. നബിയെ, നിങ്ങൾക്ക് ഞങ്ങൾ മിനുസമുള്ള ഒരു വിരിപ്പുണ്ടാക്കി തട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു യാത്രക്കാരൻ മാത്രമല്ലേ, ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറ, ഒരു മരത്തിന് താഴെ തൽക്കാലം ഒന്ന് തണൽ കൊള്ളാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെയല്ലേ ഞാൻ. കുറച്ചു കഴിഞ്ഞ് ആ തണൽ ഒഴിവാക്കി അയാൾ യാത്ര തുടരുകയും ചെയ്യും. പോകുന്ന വഴിയിൽ ക്ഷീണിച്ച് തളരുമ്പോ കാണുന്ന മരത്തിന് താഴെയുള്ള തണലിൽ എളുപ്പനേരം വിശ്രമിച്ച് അതും കഴിഞ്ഞ് ആ തണൽ അവിടെ തന്നെ ബാക്കിയാക്കി യാത്ര തുടരുന്ന ഒരു യാത്രക്കാരനെ പോലെയല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്കതിനപ്പുറത്ത് എന്തു വേണമെന്ന് ചോദിക്കുന്ന നന്ദിയുടെ വർത്തമാനം. അതാണ് ഒരു വിഭാഗം ആളുകൾ എന്തിനും നന്ദി കാണിക്കുന്നവർ. ഇല്ലായ്മയല്ല പറയുക, കട്ടപ്പാടും ബുദ്ധിമുട്ടുമല്ല പറയുക, റബ്ബ് നൽകിയ കണക്കില്ലാത്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനാകുന്നില്ലല്ലോ എന്ന ആപരാധിയായിരിക്കും അവർക്കുണ്ടാവുക. അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ, മുത്തഖീകൾ. പടച്ചറബ് നമ്മെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമതൊരു വിഭാഗം ആ നിഅമത്തിൽ മതിമറക്കുന്നവരാണ്, അഹങ്കരിക്കുന്നവരാണ്. അഹങ്കാരം കാണിച്ച് നൽകേണ്ട ഹക്കുകൾ പോലും നൽകാതെ, ആർക്കും ഷെയർ ചെയ്യാതെ, ഇതെല്ലാം എന്റേതാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ ആ നിലയിലുള്ള സാമർത്ഥ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ടെല്ലാം അഹങ്കരിച്ചു പോകുന്ന ആളുകളാണ് രണ്ടാമത് വിഭാഗം ആളുകൾ. വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ തലങ്ങളിൽ അത്തരം ആളുകളെ പറ്റി ഉദാഹരണ സഹിതം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. എത്ര കഥകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരാമർശിച്ചത്. ഓതി വെച്ച ആയത്തിലും അത്ര ഉദാഹരണമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒരു നാട്ടുകാർ, ഒരു ഗ്രാമവാസികൾ അവനെ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ അത് പറഞ്ഞത്. ഒരുപാട് നിഅമത്ത് കിട്ടി, പക്ഷെ ആ നിഅമത്തുകളെ അവർ ധിക്കരിച്ചു, നന്ദി കെട്ടവരായി മാറി, അഹങ്കാരം കാണിച്ചു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിഅമത്തെല്ലാം എടുത്തൊഴിവാക്കിയ ആ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഖാറൂനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫറഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്. ഖാറൂൻ മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ടവനായിരുന്നുവെന്നാണ്. അവൻ ധിക്കാരം കാണിച്ചു, അഹങ്കാരിയായി മാറി. അവൻ ധാരാളമായി നിധികൾ നാം നൽകി. ശക്തരായ ഒരു വലിയ ഒട്ടക സംഘത്തിന് വഹിക്കാൻ മാത്രമായിരുന്നു അവന്റെ താക്കോൽ കൂട്ടങ്ങൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അതിൽ മാത്രം സമ്പത്തുണ്ടായി. ആ സമ്പത്ത് സൂക്ഷിക്കുന്ന ഖജനാവിന്റെ താക്കോല്, ആ താക്കോൽ വെക്കാൻ തന്നെ വലിയ ഒട്ടക സംഘം വേണം. അതിന് മാത്രം താക്കോൽ കൂട്ടമുണ്ടാകുമ്പോൾ എത്രയാണ് അവന്റെ സമ്പാദ്യമുള്ളത്. അങ്ങനെയുള്ള സമ്പത്ത് നൽകിയ ഖാറൂൻ, പക്ഷേ അവൻ അതിൽ മതിമറന്നു. ഇത് ഖാലഹു ഖൗമുഹു
ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ആളുകൾ പറഞ്ഞു, നീ മതിമറന്ന് ആഹ്ലാദിക്കേണ്ടതില്ല, പടച്ച റബ്ബിന് ഇഷ്ടമില്ല അത്തരം ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വഭാവങ്ങൾ അല്ലാഹുക്ക് ഇഷ്ടമില്ല. വബ്തഗി ഫീമാ അതാക അല്ലാഹു ദാറൽ ആഖിറ, നിനക്ക് റബ്ബ് തന്നതിൽ നീ പരലോകം കാംക്ഷിക്കണം. അല്ലാഹ് തന്ന സമ്പത്താണ്, റബ്ബ് തന്ന സൗകര്യമാണ്, അതിൽ നീ പരലോകം കാംക്ഷിക്കണം, അല്ലാഹനെ മറക്കാൻ പാടില്ല എന്നൊക്കെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തെങ്കിലും പക്ഷേ അവന്റെ മനോഭാവം അതായിരുന്നില്ല. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് ഇതെല്ലാം കിട്ടിയത് എന്റെ അറിവ് കൊണ്ടാണ് എന്നാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ്, എന്റെ പഠനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിച്ചത് എന്ന് അവൻ വിചാരിച്ചു പറഞ്ഞു എന്ന് അല്ലാഹു തആല പറഞ്ഞു. പക്ഷേ പടച്ച റബ്ബ് ആ നിഅമത്തിനെ എടുത്തു കളഞ്ഞുവെന്ന് മാത്രമല്ല, അവനെ അവന്റെ വീടടക്കം നാം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞുവെന്നാണ്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അവന്റെ വീടുമടക്കം നാം ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിക്കളഞ്ഞുവെന്ന് സൂറത്ത് ഖസസിൽ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ എത്ര സംഭവങ്ങൾ സൂറത്തുൽ നഹ്ലിൽ ഓതി വെച്ച ഈ വചനം, വലറബല്ലാഹു മസലൻ ഖാരിജതൻ കാനത് ആമിന മുത്മഇന്ന യതിഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ, നിർഭയമായി ജീവിച്ചിരുന്ന, സുഭിക്ഷമായി ഭക്ഷണം ലഭിച്ചിരുന്ന ഒരു നാട്, ആ നാടിനെ ഉദാഹരണമായി നിശ്ചയിച്ചിരിക്കുന്നു. അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് ഉപജീവന മാർഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ പടച്ച റബ്ബിന്റെ നിഅമത്തിനെ ധിക്കാരം കാണിച്ചു. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫി, അവർക്ക് അല്ലാഹു തആല ഭയം നൽകി, വിശപ്പും നൽകി എന്നാണ്. ഈ ധിക്കാര നിമിത്തമായി ഈ സമ്പത്തൊന്നും ഉപകാരപ്പെടാത്ത വിധം എല്ലാം നഷ്ടമായി പോവുകയും അവസാനം അവർ വിശന്ന് പൊളിഞ്ഞവരായി, ഭയമുള്ളവരായി, ആ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പോലും കഴിയാത്തവരായി മാറി എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. സൂറത്ത് സബയിൽ അല്ലാഹു തആല മറ്റുദാഹരണം പറയുന്നുണ്ട്. ലഖദ് കാന സബഇൻ ഫീ മസ്കനിഹിം ആയ, സബഉകാർക്ക് അവർ താമസ ഇടങ്ങളിൽ തന്നെ അല്ലാഹു തആല ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തുവെന്നാണ്. ജന്നതാനി അൻ യമീനിൻ വശിമാൽ, വലത്തും ഇടത്തുമായി രണ്ട് തോട്ടങ്ങൾ അല്ലാഹു തആല നൽകി. ആ തോട്ടങ്ങളിൽ യഥേഷ്ടം അവർക്ക് ഭക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഏറ്റവും നല്ല നാട്, ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ, ഒരു നല്ല നാട്, എല്ലാ അർത്ഥത്തും സുഭിക്ഷതയുള്ള, സമാധാനമുള്ള, നിർഭയത്വമുള്ള നാട്. പക്ഷേ പടച്ച റബ്ബിനെ മറന്നു അവർ. ഫഅറളു, അവർ തിരിഞ്ഞു കളഞ്ഞു, അല്ലാഹുവിനെ ധിക്കാരം കാണിച്ചു. അങ്ങനെ അവർക്ക് നാം അല്ലാഹുവിന്റെ പരീക്ഷണമായി അവർക്ക് നാം പ്രയാസങ്ങളെ, പട്ടിണികളെ നാം നൽകി എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. എത്ര സംഭവങ്ങളാണ്. സൂറത്ത് ഖലമിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ വലൗനാഹും കമാ വലൗനാ അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ പരീക്ഷിച്ച പോലെ നാം പരീക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തോട്ടക്കാരെ പറ്റി പറയുന്നുണ്ട്. തോട്ടം ലഭിച്ചവർ, നല്ല കൃഷിയും നല്ല വിളവും ഉണ്ടായവർ, അവസാനം ആ വിളവെടുക്കുമ്പോൾ സാധുക്കളായ ആളുകളൊക്കെ വന്നു നോക്കാറുണ്ട്. വല്ലതും കിട്ടിയെങ്കിൽ, വല്ല ആനുകൂല്യം കിട്ടാൻ വേണ്ടി സാധുക്കളൊക്കെ വന്നു നോക്കാറുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ രാത്രിക്ക് രാത്രി സ്വകാര്യമായി പോയി വിളവെടുക്കാൻ തീരുമാനിച്ചു. വാപ്പ ഉള്ള കാലത്ത് എല്ലാ സാധുക്കളെയും പരിഗണിക്കുമായിരുന്നു, അവർക്കെല്ലാം വല്ലതും കൊടുക്കുമായിരുന്നു. വാപ്പാനെ കാലശേഷം ഈ തോട്ടം അവകാശമായി കിട്ടിയ മക്കൾ തീരുമാനിച്ചു, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ആരും നമ്മുടെ തോട്ടത്തിൽ കൊണ്ടുപോകുന്നതും വേണ്ട. ഒരു പ്ലാൻ ഇട്ടു, അത് രാവിലെ പുലർച്ചെ 9 മുമ്പായി നമുക്ക് പോകാം. അങ്ങനെ നമുക്ക് രാത്രി തന്നെ ചെന്ന് നമുക്ക് അവിടെ വിളവെടുത്ത് പോരാം. കാരണം എന്താ? അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, ഇന്ന് ഒരൊറ്റ മിസ്കീനും അവിടെ വരാൻ അവസരം ഉണ്ടാകാൻ പാടില്ല. മിസ്കീന്മാർക്ക് നേരം പുറന്ന് വരുമ്പോഴേക്ക് വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, എല്ലാം നമുക്ക് തന്നെ ആകാമെന്ന അഹങ്കാരത്തിന്റെ മനസ്സുമായി പ്ലാനിട്ട് രാത്രി പോയി വിളവെടുക്കാൻ പോയ മനുഷ്യന്മാർ അങ്ങനെ പോയി. വഗദൗ അലാം ഹർദിൻ ഖാദിരീൻ, തങ്ങൾക്കൊക്കെ കഴിയുമെന്ന ആ മട്ടിൽ അവനിങ്ങനെ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴേതാ തോട്ടം കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നു, ഒന്നുമില്ലാതായി മാറിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം പറയുമ്പോൾ അവസാനം അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, കദാലിക്കൽ അദാബ്, കദാലിക്കൽ അദാബ്, ഇങ്ങനെയാണ് അദാബ് വരിക എന്നാണ് അവന്റെ വിചാരം. താൻ കുറിച്ച് നേരത്തെ പോയാൽ, കുറച്ച് വലിയ സാമർത്ഥ്യം പ്രയോഗിച്ചാൽ, അതിവിളവ് കാണിച്ചാൽ എല്ലാം നേടാമെന്നാണ് വിചാരം. പക്ഷേ അതിനപ്പുറത്ത് പടച്ച റബ്ബിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് അവൻ മറന്നുപോയി. കദാലിക്കൽ അദാബ്, ഇങ്ങനെയാണ് അദാബ് വരിക. വല അദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ, പരലോകത്തെ അദാബാകട്ടെ ഇതിനേക്കാളും എത്രയോ വലുതുമാണ് അവർ അറിയുകയാണെങ്കിൽ എന്നാണ്.
അഹങ്കരിക്കാൻ വകുപ്പില്ല എന്നർത്ഥം. ആരോഗ്യമുണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, സൗകര്യമുണ്ടാകുമ്പോൾ, സ്ഥാനമാനങ്ങൾ നേടുമ്പോൾ, എല്ലാവരെക്കാളേറെ എന്തെങ്കിലും നമുക്ക് അധികമായി ലഭിക്കുമ്പോഴേക്ക് ധിക്കാരം കാണിക്കുകയല്ല, അതിൽ കൂടുതൽ താഴ്മ കാണിക്കാനാണ്, ശുക്ർ കാണിക്കാനാണ് വിശ്വാസിക്ക് സാധിക്കേണ്ടത് എന്നാണ്. ഒന്നാമത്തെ വിഭാഗം ശുക്ർ കാണിക്കുന്നവരാണെങ്കിൽ, രണ്ടാമത്തെ വിഭാഗം നന്ദികേട് കാണിക്കുന്ന, കുഫ്ർ കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ എന്തെല്ലാം കിട്ടിയാലും അതിലെല്ലാം നിരാശപ്പെടുന്ന, അതിലൊന്നും മതിയാകാത്ത, എപ്പോഴും പ്രയാസങ്ങൾ പറയുന്ന, പരാതികൾ പറയുന്ന, കിട്ടിയ നിഅ്മത്തിനെയെല്ലാം ഒന്നുമല്ലതായി കാണുന്ന, അതിനെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ നബി തങ്ങൾ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും വലാ തൻദുറു ഇലാ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരേക്ക് നോക്കുക, മേലെയുള്ളവരേക്ക് നോക്കാൻ പാടില്ല. അല്ലാഹു തന്ന നിഅ്മത്തുകളെ നിസ്സാരമായി കാണാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. നമുക്ക് എത്രയുണ്ട് സഹോദരങ്ങളെ, എന്തെല്ലാം നിഅ്മത്തുകളാണ്, എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത നിഅ്മത്തുകൾ. ചെറിയ ചെറിയ പ്രയാസങ്ങൾ പക്ഷേ ജീവിതത്തിൽ ഉണ്ടാവാം, ചെറിയ ചെറിയ കുറവുകളുണ്ടാകാം. ആ കുറവുകളെ ഹൈലൈറ്റ് ചെയ്ത് അതുമാത്രം ചിന്തിച്ച് എനിക്കൊന്നുമില്ല, ഞാനെന്താ ഇങ്ങനെ, എന്താ റബ്ബ് എന്നോട് ഇങ്ങനെ എന്ന് പറഞ്ഞ് അള്ളാഹിനെ കുറിച്ച് പോലും മോശമായി ചിന്തിക്കുന്ന ആ മനസ്സല്ല നമുക്ക് വേണ്ടത്. നേരെ മറിച്ച് എല്ലാത്തിലും ശുക്ർ കാണിക്കുന്ന ഒരു മനസ്സ്. അല്ലാതെ അവനൊക്കെ എത്ര സുഖമാണ്, അവനൊക്കെ എത്ര സൗകര്യമാണ്, അവരൊക്കെ എവിടെ എത്തി, ഞാനിതാ ഇപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞ് നമ്മെക്കാളും മേലെയുള്ളവൻ നോക്കുകയും അവന് കൂടെ എത്താത്തതിൽ എപ്പോഴും ആ ഒരു നിരാശയുള്ള സംസാരം, പടച്ച റബ്ബിനെ കുറിച്ച് പോലും മോശമായ വിചാരങ്ങൾ, പടച്ച റബ്ബ് എന്നെ പരിഗണിക്കുന്നില്ല എന്ന തോന്നലുകൾ, പടച്ച റബ്ബിനോട് പോലും നന്ദികേട് കാണിക്കുന്ന, ധിക്കാരം കാണിക്കുന്ന മാനസികാവസ്ഥ, അതല്ല വേണ്ടത്. എല്ലാം ഒന്നുമില്ലാത്തവനും യഥാർത്ഥത്തിൽ എമ്പാടും ഉണ്ട്, ഇല്ലാത്തത് വളരെ അല്പം മാത്രമാണ്. അതിനപ്പുറത്ത് എമ്പാടുമുണ്ട്. ഞാൻ പറഞ്ഞുപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 മാസം തീ കത്താത്ത വീട്ടിലെ വീട്ടുകാരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പട്ടിണിയും കട്ടപ്പാടുമാണ്. നട്ടപ്പാതിരാക്ക് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയ അനുഭവങ്ങൾ നബി തങ്ങൾക്കുണ്ട്. ഉറങ്ങാൻ കഴിയുന്നില്ല, പട്ടിണി കൊണ്ട്, പ്രയാസം കൊണ്ട് ഉറക്കം വരുന്നില്ല. രാത്രി എഴുന്നേറ്റ് ഇറങ്ങുകയാണ്, എങ്ങോട്ടായിരുന്നില്ല, പട്ടിണി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്കാർക്കെങ്കിലും ജീവിതത്തിന് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ പട്ടിണി കിടന്നിട്ട് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി നടക്കേണ്ട സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. നിർഭയത്വമുണ്ട് നമുക്ക്, സമാധാനമുണ്ട് നമുക്ക്, നമുക്ക് ആവശ്യമായ എല്ലാം ഉണ്ട്. ഒരുപക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം കുറവുണ്ടായേക്കാം. അതിന്റെ പേരിൽ മാത്രം പടച്ച റബ്ബിന്റെ നിഅ്മത്തുകളെ ചെറുതായി കണ്ട് ഒന്നുമില്ല എന്ന മട്ടിൽ എന്നും കട്ടപ്പാടാണ്, എന്നും ബുദ്ധിമുട്ടാണ്, എന്നും പ്രയാസമാണ്, റബ്ബെന്താ എന്റെ കാര്യത്തിൽ ഇങ്ങനെ എന്ന ആ ഒരു നന്ദികേടിന്റെ വാക്കുകളല്ല, ആ മനസ്സല്ല നമുക്കുണ്ടാവേണ്ടത്. ആ നബിതങ്ങളാണ് ദീർഘമായി സുജൂദിൽ കിടക്കുമ്പോ ആയിഷ ബീവി ചോദിച്ചു, എന്താ നബിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ സുജൂദിൽ കിടക്കാൻ? എല്ലാം പടച്ച റബ്ബ് പുറത്തു തന്നതല്ലേ, പാപങ്ങളില്ലല്ലോ, ദോഷങ്ങളില്ലല്ലോ, പേടിക്കാനില്ലല്ലോ, എന്നിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ സുജൂദിൽ കിടക്കുന്നത് ചോദിക്കുമ്പോഴാണ് ഞാൻ ശുക്റുള്ള അടിമയാകണ്ടേ, നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്നാ ചോദിച്ചു. എന്തിനാ സഹോദരന്മാർ നന്ദി? എന്താ നബി ഞങ്ങൾക്കുള്ളത്? വഫാത്താകുമ്പോ പോലും പടയെങ്കി അയൽവാസിയുടെ വീട്ടിൽ പണയത്തിലാണ്. പണയം വെച്ച് പണം വാങ്ങിയതല്ല, പണയം വെച്ച് ഗോതമ്പിന്റെ പൊടി തൽക്കാലം വായ്പ വാങ്ങിയതാണ്. തന്റെ വീട്ടിൽ 9 ഭാര്യമാരും മക്കളും അടങ്ങുന്ന ആ ഒരു വലിയ കുടുംബനാഥൻ പട്ടിണിയാണ്. ആ വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല, ആർക്കും തിന്നാൻ കൊടുക്കാൻ നിർവാഹമില്ല. പലപ്പോഴും നബിതങ്ങൾ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളി കുറച്ച് സമയം ഇരുന്ന് കുറച്ച് എല്ലാ വീട്ടിലൊക്കെ പോയി ഇങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ നബിതങ്ങൾ ചോദിക്കും, കഴിക്കാൻ വല്ലതുമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വല്ലതുമുണ്ടോ നോക്കൂ, ഇല്ല. 9 വീട്ടിലും ഒന്നുമില്ല. നബിതങ്ങൾ പറഞ്ഞു, ശരി, ഞാൻ നോമ്പ് നോക്കുകയാണ്, ഇന്നെനിക്ക് നോമ്പാണ്. എന്താ കാരണം? ഒന്നുമില്ല, കഴിക്കാൻ ഒന്നുമില്ല. അന്ന് നോമ്പെടുക്കുന്നു. എത്ര തവണയാണ് നബിതങ്ങൾ അങ്ങനെ പ്രതികരിച്ചത്? എത്രയെത്ര സംഭവങ്ങൾ. ആ പ്രവാചകന്റെ വീട്ടിൽ പട്ടിണി സഹിക്ക വയ്യാതായപ്പോഴാണ് അയൽവാസിയായ ജൂതന്റെ വീട്ടിൽ ചെന്ന് അല്പം ഗോതമ്പിന്റെ പൊടി തൽക്കാലം കടമായി വാങ്ങുന്നത്. ആ ഗോതമ്പിന്റെ പൊടിക്ക് സെക്യൂരിറ്റിയായി തന്റെ പടയങ്കി, യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അങ്കി അവിടെ കൊടുത്തേൽപ്പിച്ചത് പറഞ്ഞു, എന്റെ പൊടി ഞാൻ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ പടയങ്കി എനിക്ക് മടക്കി തന്നാൽ മതി. ഇനി അഥവാ എനിക്കത് തിരിച്ചു തരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പടയങ്കി വിറ്റ് നിന്റെ മുതലിന്റെ മൂല്യം എന്താണോ അതിനെ ഈടാക്കാം, ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചു തരാം. അതാണ് പണയം. ഇസ്ലാമിലെ പണയം അതാണ്. നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന്
വല്ലതും വാങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റിയായി അവനെ വല്ലതും കൊണ്ടുപോയി കൊടുക്കുന്നു. അത് അവന് ഉപയോഗിക്കാൻ പറ്റൂല, അത് അവന് ബിസിനസ്സിലേക്ക് വെക്കാൻ പറ്റൂല, അത് സുരക്ഷിതമായി എടുത്തു വെക്കാം. എന്തിനാ? ഇവനെങ്ങാനും തനിക്ക് തരാൾ തന്നില്ല എങ്കിൽ, തരാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്റെ ഹക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് ഈടാക്കാനുള്ള ഒരു ഈട് സെക്യൂരിറ്റി, അതാണ് പണയം. അത് അവന്റേത് എടുക്കാം, കഴിച്ചു ബാക്കിയുണ്ടോ ഉടമക്കാണ് തിരിച്ചു കൊടുക്കുകയും വേണം. ഇങ്ങനെ പണയപ്പെടുത്തി ഗോതമ്പിന്റെ പൊടി ജൂതന്റെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് തന്റെ വീട്ടിലെ പട്ടിണിക്ക് തൽക്കാലം ഒരു സമാധാനം കണ്ടെത്തുന്ന കുടുംബനാഥനാണ് ചോദിക്കുന്നത്, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടയോ? നമ്മളാണെങ്കിലോ എന്താ റബ്ബെങ്ങനെ, ഞാൻ നിസ്കരിക്കാനോ ഇല്ല, നോമ്പെടുക്കാനോ ഇല്ല, അത്ര മതി, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതാണല്ലോ എന്റെ ഗതി എന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ മറക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. സഹോദരങ്ങളെ, ആ 3 വിഭാഗത്തിൽ ഏതിനാണ് ഞാൻ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. ഒന്ന്, പടച്ച റബ്ബിന്റെ നിഅ്മത്തുകളോട് ശുക്ർ കാണിക്കുന്നവരാണ്. 2, നിഅ്മത്തുകളിൽ അഹങ്കരിച്ച് മതിമറന്നു പോകുന്നവരാണ്. 3, എത്ര കിട്ടിയാലും മതിയാകാതെ ആ നിഅ്മത്തുകളെല്ലാം നിസ്സാരവൽക്കരിച്ചു പോകുന്നവരാണ്. ഈ 3-ൽ എന്റെ നിലപാട് എന്താണ്, ഞാൻ എവിടെയാണ് എന്ന് ചിന്തിക്കുകയും 1-ാമത്തെ വർഗത്തിലേക്ക് മാറാൻ, ശുക്രുള്ളവരായി മാറാൻ ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു തആല പറഞ്ഞു, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറച്ചാണ് എന്നാണ്. എത്ര കിട്ടിയാലും നന്ദി കാണിക്കുന്നവരല്ല ഭൂരിപക്ഷം ആളുകളും. മഹാഭൂരിപക്ഷവും നന്ദിയില്ലാത്തവരാണ് എന്നാണ് നബിതങ്ങളുടെ പ്രാർത്ഥനകളിലും നബിതങ്ങൾ തനിക്ക് കിട്ടിയ നിഅ്മത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ കാണാൻ കഴിയുമായിരുന്നു. കിട്ടിയതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന, ഉള്ളതിൽ വലിയ മഹത്വം കാണുന്ന ആ മനോഭാവമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്നാണ് അതെല്ലാം നമ്മെ അറിയിക്കുന്നത്. ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് മാറാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവാ ഇലാ ഫിറാശിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാനായി, ഉറങ്ങാനായി തന്റെ വിരപ്പിലേക്ക് എന്നാൽ ഖാല, നബി തങ്ങൾ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അവൻ നമുക്ക് ഭക്ഷണം നൽകി, നമുക്ക് കുടിക്കാനുള്ള വക പടച്ച റബ്ബ് നൽകി. വകഫാനാ, ഉള്ളതുകൊണ്ട് മതിയാക്കി തന്നു പടച്ച റബ്ബ്. വആവാന, നിർഭയമായി കിടക്കാവുന്നൊരു ഇടവും അല്ലാഹു തആല തന്നു. രാത്രി ഒന്നും പേടിക്കാതെ വാതിലുമടച്ച് കിടന്നുറങ്ങാൻ സ്ഥലമുണ്ടല്ലോ, അതും കിട്ടി. ആ റബ്ബിനാകുന്നു സർവ്വ. ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ, എത്ര മനുഷ്യന്മാരാണ് അവർക്ക് അഭയം നേടാൻ ഇടമില്ല, അവർക്ക് മതിയാക്കി കൊടുക്കാൻ ആളില്ല. അങ്ങനെയുള്ള എത്രയെത്ര മനുഷ്യന്മാരുണ്ട്. രാത്രി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും തനിക്ക് കിട്ടിയ ഈ സൗകര്യങ്ങളെ, സുഖങ്ങളെ, അതിനെ അയവിറക്കി പടച്ച റബ്ബിനോട് നന്ദി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് നബിതങ്ങൾ രാത്രി കിടക്കാൻ പോകാറ് എന്നാണ്. അങ്ങനെ ചിന്തിച്ചാൽ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ സഹോദരങ്ങളെ നമുക്കുണ്ട്. ചെയ്ത് തീർക്കാൻ കഴിയാത്തത്ര വലിയ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ നിമിഷത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ എത്ര നിഅമത്തുകൾ. അന്നജഅലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ, അവിടെ നാം 2 കണ്ണുകൾ നൽകിയില്ലേതാ റബ്ബ് ചോദിച്ച വലിയ നിഅമത്താണ്.
കണ്ണില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് എത്രയുണ്ട്. റബ്ബ് തന്ന വലിയ നിഅമത്ത്, പക്ഷെ അത് നിഅമത്തായി പോലും പലപ്പോഴും നമുക്കാർക്കും തോന്നിയിട്ടില്ല. അതിനൊരു അൽഹംദുലില്ലാഹ് പറയാൻ ഇന്നേ വരെ പലപ്പോഴും മനസ്സ് വന്നിട്ടില്ല. ലിസാനൻ, നാവ് തന്നില്ലേ എന്നാണ്. വശഫതൈൻ, 2 ചുണ്ടുകൾ തന്നില്ലേ, റബ്ബ് എടുത്ത് ചോദിക്കാതൊക്കെ അതൊരു നിഅമത്തായി കണ്ട് അതിന് ഒരു അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റുന്നുണ്ടോ? അങ്ങനെ തുടങ്ങിയ ശരീരവും ശരീരാന്തരിക അവയവങ്ങളും തുടങ്ങി താമസിക്കുന്ന വീടും ധരിക്കുന്ന വസ്ത്രവും അടക്കം എത്ര കാര്യങ്ങൾ. പടച്ചറബ്ബിന്റെ നിഅമത്ത് എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് കണക്കാക്കാനാവുകയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്താണ്. അവിടെ ഉള്ളതിന്റെ മഹത്വം അറിയുക, റബ്ബ് തന്നതിനെ പറ്റി ഓർക്കുക. കിട്ടാത്തതിനെ കുറിച്ചോ മറ്റാർക്കും കൊടുത്തതിനെ കുറിച്ചോ അല്ല നമ്മൾ ഓർക്കേണ്ടത്. റബ്ബ് തന്ന, ഞാൻ അനുഭവിക്കുന്ന നിഅമത്തുകളെ പറ്റിയാണ് സഹോദരങ്ങളെ നമ്മളൊക്കെ ഓർക്കേണ്ടത്. നമുക്ക് ബുദ്ധിയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, കാഴ്ചയും കേൾവിയുമുണ്ട്, നടക്കാനും ഇരിക്കാനും പഠിക്കാനും ഓടാനും ചാടാനും എല്ലാമുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതേപോലെ വസ്ത്രവും വേഷവും ഭക്ഷണവും പാനീയവും താമസയിടവും അടക്കം നാട്ടിലെ നിർഭയത്വം അടക്കം എത്ര സൗകര്യം. എല്ലാ വലിയ വലിയ സമ്പന്ന രാജ്യങ്ങൾ പോലും നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ട് ഭയചകിതരായി കഴിയുന്ന വാർത്തകളാണ് ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യവും അവർക്ക് അവിടെ ഉണ്ട്, പക്ഷേ ഓരോ നിമിഷത്തിലും ബേജാറാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഏത് സമയം ഫോണും എടുത്ത് എപ്പോഴാണ് വാണിംഗ് ബില്ല് വരിക, എപ്പോഴാണ് സൈറൺ മുഴങ്ങുക എന്നും ഓർത്തുകൊണ്ട് ഉറക്കമില്ലാതെ ജീവിക്കുന്ന വികസിത രാജ്യങ്ങളുടെ ചരിത്രമാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നാട്ടിൽ എത്ര നിർഭയത്വമുണ്ട്, എത്ര സമാധാനമുണ്ട്. പടച്ചറബ്ബ് നിർഭയത്വം നിലനിർത്തി തരുമാറാവട്ടെ. ഇങ്ങനെയുള്ള അനേക കോടി നിഅമത്തുകളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ശുക്ർ. നബി തങ്ങൾ പറഞ്ഞു, കുല്ലു സുലാമ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അവർ ഓരോ ദിവസവും നേരം പുലരുന്നത് അവക്കെല്ലാം ഒരു സ്വതക്ക ചെയ്യാൻ ബാധ്യതയുണ്ടായിക്കൊണ്ടാണ് എന്നാണ്. കുല്ലു സുലാമ മിനൻ നാസി അലൈഹി സ്വതക്ക, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ ജോയന്റിനും അവൻ സ്വതക്ക നൽകാനുണ്ട് എന്നാണ്. ശരീരത്തിലെ ഓരോ ജോയന്റുകളും മടങ്ങുന്ന ഇടങ്ങൾ, കയ്യിന്റെ ഈ വിരലിന്റെ ഈ ഒരു ജോയന്റ് അതൊന്ന് മടങ്ങാതായാൽ മതി അതിന്റെ ഇടങ്ങാതെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് അവന്റെ ശരീരത്തിലെ എല്ലാ കെണുപ്പുകൾക്കും എല്ലാ ജോയന്റുകൾക്കും അവന് സ്വതക്കയുണ്ട് എന്നാണ്. അവൻ സ്വതക്ക നിർവഹിക്കേണ്ടതുണ്ട്. നബി തങ്ങൾ വിശദീകരിച്ചു എന്നിട്ട് അതെങ്ങനെയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അവൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സ്വതക്കയായി കണക്കാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, അൽഹംദുലില്ലാഹ് സ്വതക്കയാണ്, അല്ലാഹു അക്ബർ സ്വതക്കയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വതക്കയാണ്. അതേപോലെ 2 ആടുകൾക്കിടയിൽ നീ സുൽഹുണ്ടാക്കുന്നുവെങ്കിൽ അത് സ്വതക്കയാണ്. ഒരാള് അയാളുടെ ഒരു വാഹനപ്പുറത്തേക്ക് വല്ലതും കയറ്റി വെക്കാൻ നീ സഹായിക്കുന്നുവെങ്കിൽ അതുപോലും സ്വതക്കയാണ്. ഒരാൾക്ക് വാഹനം കയറാൻ നീ സഹായിക്കുന്നുവെങ്കിൽ സ്വതക്കയാണ്. ഒരു കലിമത്തു ത്വയ്യിബത്തു സ്വതക്ക, നല്ല വാക്കുകൾ സ്വതക്കയാണ്. വകുല്ലു ഖത്വത്തിൻ യംതംശീഹാ ഇല സ്വലാത്തി സ്വതക്ക, നിസ്കരിക്കാനായി പോകുന്ന ഓരോ കാലടികളും അവന് സ്വതക്കയാണ്. വതുമീതുൽ അദാം അനി ത്വരീഖി സ്വതക്ക, വഴിയിൽ കാണുന്ന വല്ല ബുദ്ധിമുട്ടും മാലിന്യങ്ങളും എടുത്തൊഴിവാക്കുന്നുവെങ്കിൽ അതും സ്വതക്കയാണ്. എല്ലാ ദിവസവും മനുഷ്യ ശരീരത്തിലെ ഓരോ കെണുപ്പുകൾക്കും ഓരോ ജോയിന്റുകൾക്കും സ്വതക്ക ചെയ്യാൻ ബാധ്യതപ്പെട്ടുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അതേക്കുറിച്ചൊക്കെ? ഇതിനെല്ലാം നമുക്ക് നന്ദി കാണിക്കാൻ കഴിയില്ല. എന്നിട്ടാണ് കിട്ടാത്തതിനെ പറ്റി പിന്നെയും ആദ്യം പറയുന്നത്. ഇതെല്ലാം കിട്ടിയിട്ട് ഇതിനൊരു അൽഹംദുലില്ലാഹ് പറയാൻ പോലും ഇന്നേ വരെ മനസ്സ് വരാത്ത നമ്മളാണ് റബ്ബ് തരാത്ത ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് ആവലാതിപ്പെട്ട് എന്താ പഠിച്ചോ ഇങ്ങനെ, എന്താ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നത്, എന്താ ഞാനിങ്ങനെ എന്ന് പറഞ്ഞ് കോടാനുകോടി നിഅമത്തുകൾക്ക് മേലെ കയറി ഇരുന്ന് അതിന് നന്ദി പോലും പറയാൻ, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പോലും കഴിയാത്ത, ഒന്ന് നിസ്കരിക്കാൻ പോലും മനസ്സില്ലാത്ത, പള്ളിയിലേക്ക് വരാൻ പോലും മനസ്സില്ലാത്ത, ഒരു സുജൂദിൽ 2 മിനിറ്റ് ഏറെ കിടന്ന് ഒരു സുബ്ഹാന ഏറെ ചെല്ലാൻ പോലും മനസ്സില്ലാത്ത നമ്മളാണ് റബ്ബ് തരാത്തതിനെ പറ്റി റബ്ബിനെ കൊണ്ട് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശുക്റുള്ളവരായി മാറുക. വഖലീലും മിൻ ഇബാദിയ ശകൂർ, അടിമകളിൽ നന്ദിയുള്ളവർ വളരെ തുച്ഛമാണ് എന്ന
പടച്ച റബ്ബിന്റെ വാക്ക് ഗൗരവമായി കണ്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി ശുക്ർ കാണിക്കാൻ, പടച്ച റബ്ബിന്റെ നിഅമത്തുകളോട് ഒരു നന്ദിയുള്ള മനസ്സുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ആ ഒരു മനസ്സിന് വേണ്ടി ദുആ ചെയ്യുക. പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലും റബ്ബിന് കീഴ്പ്പെടുന്ന ശുക്റുള്ള മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.